ഹലോ മൈ നെയിം ഈസ് മൻസൂർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ടിപ്സ് ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും. നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് എങ്ങനെ റിംഗ് ടോൺ ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 2 ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഐഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, എങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷനും ഒന്ന് ഗാരേജ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് എൻ്റെ വീഡിയോയുടെ സബ്സ്ക്രൈബ് താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് എങ്ങനെ ഒന്ന് പരിചയപ്പെടാം. ഈ 2 ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗാരേജ് ബാൻഡ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ താഴെ കാണുന്ന വലത്തെ ഭാഗത്ത് ഏറ്റവും അടിയിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും നല്ലൊരു MP3 സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളൊരു MP3. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ഹിന്ദി MP3 ആണ്. അപ്പോൾ ഹോളിവുഡ് മ്യൂസിക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഞാനൊരു MP3 ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ മൂവിയിലൊരു 2 പാട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് കാണിക്കുന്നു. അതിനകത്ത് ഒരുപാട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനൊക്കെ ആണെങ്കിൽ അതിൽ പോയിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യരുത്. ഒക്കെ പരസ്യം ചെയ്താൽ അതിപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൺ എന്നുള്ള അടിച്ചു കൊടുത്താൽ മതി. ഒരു പാട്ട് ഡൗൺലോഡായി കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു പാട്ടും പാടെ ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ടു ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ കാണുന്ന അതുപോലെ ഡോക്യുമെൻ്റ് ബൈ എന്നുള്ളിടത്ത് ആഡ് ചെയ്യുന്നു. അടുത്തതും ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനും ഷെയർ ചെയ്യാം. ആഡ് എന്നുള്ളിടത്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 2 പാട്ട് ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാരേജ് ബാൻഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡിൻ്റെ പരിപാടി കഴിഞ്ഞ് ഗാരേജ് ബാൻഡ് എടുത്ത് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഫയൽ വന്നിട്ടുണ്ട്, നമുക്ക് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന പ്ലസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഈ വോയിസ് എന്നുള്ളത് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണും 2 ഓപ്ഷൻ കാണുന്നുണ്ട്. ട്രാക്സ് എന്നുള്ളതിലോടുത്ത് വോയിസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഫസ്റ്റിൽ കാണുന്ന 3ാമത്തെ ക്ലിക്ക് ചെയ്യുന്ന നമ്മൾ ഡൗൺലോഡ് ചെയ്ത സോങ്സ് ചിലപ്പോൾ ഫയൽ എന്നുള്ള ഓപ്ഷനിലാണ്. ഇതുപോലെ ഫയലിലോട്ട് കയറിയിട്ടുണ്ട്. സോങ്സ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കൊടുത്താൽ മതി. ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ആ ഫയലിലോട്ട് മാറിക്കോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത്
മൈ സോങ് എന്നുള്ളിടത്ത് സേവ് ചെയ്യണം. അത് സേവായി. ഇനി അത് നമുക്ക് റീനെയിം കൊടുക്കാം. ഈ ഫയൽ നമുക്ക് വീണ്ടും ഷെയർ ചെയ്യണം റിംഗ് ടോണിലേക്ക്. ഈ റിംഗ് ടോൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ആക്കുകയാണ്. എക്സ്പോർട്ടായി കഴിഞ്ഞ് യൂസ് സൗണ്ട് ആസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആൾറെഡി നമ്മുടെ സോങ്സ് റെക്കോർഡിംഗ് ആയിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ റിംഗ് ടോണിനകത്ത് പോയി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ സോങ്സാണ്, ഞാൻ ഫസ്റ്റിൽ ആഡ് ചെയ്ത സോങ്സാണ് അത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.